കടന്നുകയറ്റം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായപ്പോ, കള്ളത്തൊരീക്കത്തുമാർ കടന്നു വന്നപ്പോ ഖാദിയാനിസം ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാനാണ് സമസ്ത താനൂരിൽ വെച്ചുകൊണ്ട് ഒന്നാമത്തെ സമ്മേളനം ഫെബ്രുവരി 7-ാം തീയതി 1927 സംഘടിപ്പിച്ചത്. ചരിത്രത്തിൽ അത് വ്യക്തമാണ്. ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്താണെന്ന് സമൂഹത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അറബ് ലോകം പോലും പറയുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 4 പതിറ്റാണ്ട് കാലത്തോളം നേതൃനിരയിൽ നിന്നുകൊണ്ട് നമ്മെ നയിച്ച ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു, ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കേണ്ടവരാണ്. പിന്നീട് കാലം അത് തന്നെ ശരിയെന്ന് വെക്കുന്നതാണ് നാമൊക്കെ കണ്ടത്. കള്ളത്തൊരീക്കത്തുകാർ കടന്നു വന്നപ്പോ അവരെ ഇസ്ലാമിന്റെ പുറത്തേക്ക് മാറ്റി നിർത്തണമെന്ന് സമൂഹത്തോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതേ വർഷത്തിൽ തന്നെയാണ് 1927 ഡിസംബർ മാസം 31-ാം തീയതി സമസ്തയുടെ 2ാമത്തെ സമ്മേളനം നടക്കുന്നത്. ഓരോ സമ്മേളനങ്ങൾക്കും കൃത്യമായ അജണ്ട സമസ്ത വെക്കാറുണ്ട്. 100-ാം വാർഷിക മഹാസമ്മേളനം ആഘോഷിക്കുമ്പോ സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്നാണ്. ആദർശമാരുടെ മുമ്പിലും പണയം വെക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരെയും അനുവദിക്കില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 1926-ൽ സമസ്ത രൂപീകരിച്ചപ്പോ എന്തിനാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് എന്ന് 34-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സമസ്തയുടെ ഭരണഘടനയിൽ കൃത്യമായി അതിന്റെ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ യാതൊരുവിധ മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാത്ത വിധം ആരുടെ മുമ്പിലും അടിപതറാതെ, ആരുടെ മുമ്പിലും അടിവെക്കാതെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും കാണിക്കും. അത് ലോകാവസാനം വരെ നിലനിൽക്കാനുള്ളതാണ്. ദീനാരുടെ മുമ്പിലും പണയം വെക്കാനുള്ളതല്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ സമൂഹത്തോട് പറഞ്ഞതാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാണ് ഇവിടെ വഹാബികളുടെ മുനയൊടിച്ചത്. ഇന്ന് സമസ്തയെ പ്രതിസന്ധികളുടെ കൂട്ടിലേക്ക് നിർത്താൻ ചില ആളുകൾ ശ്രമം നടത്തുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: പ്രതിസന്ധികളുടെ നടുത്തളത്തിലൂടെ ഉദയം ചെയ്ത പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ രൂപീകരണം അങ്ങനെയാണ്. നവീന ചിന്താഗതിക്കാരുടെ കടന്നുകയറ്റം കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നപ്പോ മുസ്ലിം ഉമ്മത്ത് ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന, അവിടുത്തെ സ്വഹാബത്ത് കാണിച്ച, അവിടുത്തെ താബിഈകൾ കാണിച്ച, അവിടുത്തെ തബഉ താബിഈകൾ കാണിച്ച പരിശുദ്ധമായ ദീനിന്റെ അണമുറയാത്ത ഒരു കൈത്തിരിവട്ടമുണ്ട്. അത് കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട പൊന്നാനി മഖ്ദൂമമാരിലൂടെ, കോഴിക്കോട് കാലി പരമ്പരയിലൂടെയാണ് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. AD 642-ൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഷറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അവരുടെ പ്രിയപ്പെട്ട ഭക്തിയായ ഖമരിയ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ ഇസ്ലാമിന്റെ കൈത്തിരിവട്ടത്തെ യാതൊരുവിധ വ്യതിചലനങ്ങൾക്കും വിട്ടുകൊടുക്കാതെ പൊന്നാനി മഖ്ദൂമമാരുടെ കരങ്ങളിലേക്ക്, കോഴിക്കോട്ട് കാലി പാരമ്പര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അണമുറയാത്ത ദിവിഷിക 920 കാലഘട്ടം വരെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വളരെ സുന്ദരമായി വിഭാവനം ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. എന്നാൽ 20കളിലെ മലബാർ പോരാട്ടം ഉണ്ടാകുമ്പോഴാണ് ചില നവീന ആശയക്കാർ കടന്നു വരുന്നത്. എന്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഒരു ഫണ്ട് ശേഖരണം നടത്തിയല്ലോ, തഹിയ എന്ന് പറയുന്ന പേരിൽ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് സമസ്ത ഈ സമൂഹത്തിന്റെ കൈകളിൽ നിന്ന് വാങ്ങി ഇവിടെ ചെലവഴിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദ് വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ആ സമയം വരെ മാത്രം നിങ്ങൾ എന്നെ ഒന്ന് ശ്രവിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് വളരെ സ്നേഹത്തോടു കൂടെ പറയട്ടെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി മുസ്ലിങ്ങൾക്കിടയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഐക്യസംഘം എന്ന് പറയുന്ന പേരിൽ ഒരു സംഘടന കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ഉണ്ടായിട്ടുണ്ട്. ആ ഐക്യസംഘം പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പേരിലേക്ക് രൂപാന്തരപ്പെട്ട് ഇന്ന് നമുക്കിടയിലൂടെ മുജാഹിദുകളായി, സലഫികളായി, വഹാബികളായി,
ജമാഅത്തെ ഇസ്ലാമിയായി, തബ്ലീഗ് ജമാഅത്തായി പല പേരുകൾ സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ കാർന്നു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതിനറുതി വരുത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുന്ന പശ്ചാത്തലത്തെ കുറിച്ച് നമ്മളൊക്കെ പഠിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ മക്കൾ അത് പഠിക്കേണ്ടത് അനിവാര്യമാണ്. വരാനിരിക്കുന്ന തലമുറയോട് അത് സംവദിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ ആശയത്തെയും ആദർശത്തെയും കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള, റഷീദുർ റിളയെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള, ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള ശിഥിലമായ ചിന്താഗതിക്കാരുടെ വളഞ്ഞ വാദമുഖങ്ങളുമായി ഒരുപറ്റം ആളുകൾ രംഗപ്രവേശം നടത്തിയെന്ന് മാത്രമല്ല, അന്ന് വരെ മുസ്ലിം ഉമ്മത്ത് ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശിർക്കും കുഫറുമാണെന്ന് വരുത്തി തീർത്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മുത്തനബി തങ്ങൾ പഠിപ്പിച്ച, പ്രിയപ്പെട്ട സ്വഹാബത്ത് പഠിപ്പിച്ച, താബിഈകൾ പഠിപ്പിച്ച, തബഅ താബിഈകൾ പഠിപ്പിച്ച ആ പാരമ്പര്യത്തിന്റെ പരിശുദ്ധമായ ദീനിന്റെ കൈത്തരിവട്ടം ഊതിക്കെടുത്താൻ ഇവർ ശ്രമം നടത്തുകയാണ് ചെയ്തത്. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ഇസ്ലാമിക ചിട്ടയനുസരിച്ച് കൊണ്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുവന്ന് കടത്തുമ്പോ നൂറ്റാണ്ടുകൾ അതിജയിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് തനിക്കാടത്തമാണെന്ന് അവർ പറഞ്ഞു, ശിർക്കാണെന്ന് അവർ പറഞ്ഞു. ഇശാ മഅരിബിന്റെ ഇടയിലൂടെയുള്ള മാല മൗലിദുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തവരാണെന്ന് അവർ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിലൂടെ വ്യാപകമായ പ്രവർത്തനങ്ങളുമായി അവർ കടന്നു വന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ ചോദ്യം ചെയ്തു, അത് വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ അവരൊരു സംഘടന രൂപീകരിച്ചപ്പോ ആ കാലഘട്ടത്തിൽ ദീർഘവീക്ഷണമുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഷടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. പ്രിയപ്പെട്ട സാദാത്തുക്കൾ എഴുന്നേൽക്കുകയാണ്. അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഇവരുടെ ഈ പോക്ക് എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പാവനമായ വാക്യം പറയപ്പെട്ടതുപോലെ ലോകാവസാനം വരെ ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് അറുതി വരുത്തൽ അനിവാര്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഒരു വിഷയം സമസ്ത സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റത്തിരുത്തലുകൾക്ക് ഇന്ന് വരെ വിധേയമാക്കപ്പെടേണ്ട ഗതികേടുണ്ടായിട്ടില്ല. ഇവിടെ അപാന്തര സംഘടനകൾ ഒരുപാടുണ്ടല്ലോ. അവരൊക്കെ ഒരു തീരുമാനം സമൂഹത്തോട് പറയുമ്പോ ആ തീരുമാനം മണിക്കൂറുകൾ കഴിയുന്നതിന്റെ മുമ്പിലാണ് നവമാധ്യമങ്ങൾക്ക് മുമ്പിൽ, ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ, സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ട ഗതികേടുണ്ടാകുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥമായ വിധിവിലക്കുകളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന കൃത്യമായ ത്വരീഖത്തിലൂടെ, ആ സുന്ദരമായ പ്ലാറ്റ്ഫോമിലൂടെ മുസ്ലിം ഉമ്മത്തിന് വിഭാവനം ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. ഇവിടെ കടന്നു വന്ന വഹാബികൾ, അവർക്ക് പറയപ്പെട്ട തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തൗഹീദിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാർ കടന്നു വന്നത്. എവിടെയാണ് ഇന്ന് അവരുടെ തൗഹീദ് നിൽക്കുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നാണം കെട്ട് വേദി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയലുകളും പറച്ചിലുകളും പാടലുകളുമായി കടന്നു പോകുന്ന വിഭാഗമായി നമ്മൾ അവരെ കാണുകയാണ്. പറയപ്പെട്ട തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ, പറയപ്പെട്ട ആദർശത്തിലും ആശയത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത അന്ന് പറഞ്ഞില്ലേ, ഈ നവീന ആശയക്കാരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണമെന്ന് സമസ്ത കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ മലയോര മേഖലയിലെ നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ വെളിച്ചം ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, പറയുന്നുമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മജ്ലിസ് നൂറിന്റെ ആത്മീയ സദസ്സ് അഭിവന്ദരായ ഉസ്താദ് അവറുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അത് നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. ഈ മലയോര മേഖലക്ക് അല്ലാഹു തആല നൽകിയ വരദാനമാണ്. ദീനിന്റെ മേഖലയിൽ, ആത്മീയ മേഖലയിൽ ദീനിന്റെ നൂറ് പോലെ വെളിച്ചമായി നമുക്ക് മുമ്പിലൂടെ നേതൃത്വം നൽകുന്ന അഭിവന്ദരായ ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഡിസംബറിന്റെ തണുത്ത് വിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ
വിഷയത്തിൽ ഇനി നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തുടങ്ങി വെച്ച വിഷയമെന്ന് സൂചിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന മുജാഹിസത്തിന് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു ഗ്ലാസ് നിലത്തിട്ടാൽ എങ്ങനെയാണോ അത് ചിന്നി ചിതറുന്നത്, കൂട്ടിയോജിപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ആദർശത്തിൽ അവരെന്താണോ പറഞ്ഞു വന്നത് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ അപജയം സംഭവിച്ചുകൊണ്ട് കേരളത്തിന്റെ മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഈ 100ാം വാർഷികത്തിന്റെ പ്രചരണത്തിൽ ഈ പ്രൗഢമായ സദസ്സിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിലുള്ളവരൊക്കെ ഇവിടേക്ക് വന്നിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഉണർത്തുകയാണ്. നേരത്തെ വേദിയിൽ ഉണ്ടായിരുന്നവരൊക്കെ വേദിയിൽ ഇരിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, മൗദൂദിസത്തിനെ തടയിടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത്. വെറുതെ സമ്മേളനം സമസ്ത സംഘടിപ്പിക്കാറില്ല. മൗദൂദികൾ കടന്നു വന്ന ഒരു കാലം നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയാണ് മൗദൂദിസത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. അബുൽ അല മൗദൂദി സാഹിബ് ജമാഅത്തെ ഇസ്ലാമി കെട്ടിപ്പടുക്കുമ്പോ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അബുൽ അല മൗദൂദി സാഹിബ് ഒരു സയ്യിദാണ്, ഒരു തങ്ങൾ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പോഴും സമസ്ത പറഞ്ഞു, മൗദൂദിസം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മൗദൂദിസം നവീന ചിന്തയാണ്, അത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ വ്രണപ്പെടുത്തുന്നതാണ്. അവരകറ്റി നിർത്തണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയപ്പെട്ട ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിൽക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ കടന്നുകയറ്റം? സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് ഷിർക്ക് എന്ന് പറഞ്ഞവരാ നിങ്ങൾ. വോട്ട് രേഖപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞ വിഭാഗമാണ് ഈ പറയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാർ. സർക്കാർ ജോലികളിൽ കയറിപ്പറ്റി, സർക്കാർ ശമ്പളം പറ്റി, ആ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തെ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്കും ഭാര്യക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതുപയോഗിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഹലാലല്ല, ഹറാം എന്ന് പറയപ്പെട്ട ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആശയം ഇന്നിവിടെയാണ്. സോളിഡാരിറ്റിയെ പോലെയുള്ള, വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് ഇന്നവരുടെ ആദർശത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അപജയം സംഭവിച്ചു പോയ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ സമസ്ത കൃത്യമായി പറഞ്ഞു, ഇവർ അകറ്റി നിർത്തേണ്ടവരാണ്, ഇവര് ദീനിന്റെ പുറത്തു നിൽക്കേണ്ടവരാണ്, ഇവരൊരിക്കലും തന്നെ ദീനിന്റെ ആശയങ്ങളിലും ആദർശങ്ങളിലും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഇസ്ലാമല്ലെന്ന് പറഞ്ഞിട്ടില്ല, കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. നവീന ചിന്തകളാണ് ഇവർ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത് അബദ്ധമാണ്, അത് അപകടകരമാണ്, അത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞില്ലേ. ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നു, അവർക്ക് നെഞ്ചോളം നീളമുള്ള താടിയുണ്ട്, അവർക്ക് കണങ്കാലിന്റെ മുകളിൽ വസ്ത്രമുണ്ട്, അവർക്ക് നീളൻ ജുബ്ബയുണ്ട്, അവരുടെ തലയിൽ തൊപ്പിയുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നറിയോ? ഇതുപോലെയുള്ള മനോഹരമായ പള്ളികൾ നമ്മുടെ പൂർവ്വസൂരികൾ പടച്ച തമ്പുരാന് 5 നേരം ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സാഷ്ടാംഗം അമിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുക്കുക, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ മൂലയിൽ കൂടിയിരിക്കുക, എന്നിട്ട് അവിടെ കൂടിയിരുന്നു കൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരു വിഭാഗമുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, നമ്മുടെ പള്ളിയിൽ ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് വരെ ഇവർ കൂടിയിരുന്നു. ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തുകൊണ്ട് അവരുടെ വീട് വിട്ട്, അവരുടെ കുടുംബം വിട്ട്, അവരുടെ നാട് വിട്ട് ഇസ്ലാമിക ദഅവത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന ഒരു വിഭാഗമുണ്ട്. അത്തരത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിനെ ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും അപജയം സംഭവിച്ചുകൊണ്ട് മാറ്റി നിർത്തേണ്ടവരാണ് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി സമൂഹത്തോട് പറഞ്ഞത് ഒരു സമ്മേളനത്തിൽ തന്നെയാണ്. അതിനു വേണ്ടിയാണ് സമസ്ത സമ്മേളനം സംഘടിപ്പിച്ചത്. ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്താൻ, ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും യാതൊരുവിധ വ്യതിചലനങ്ങൾക്കും വിട്ടുകൊടുക്കാതെ പരിശുദ്ധമായ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അതുപോലെ നിലനിർത്തി ലോകാവസാനം വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് ഈ ദിനം നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വരാനിരിക്കുന്ന കരങ്ങളിലേക്ക് അത് ഭദ്രമായി എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ബോധമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ ഇരുത്തി ചിന്തിപ്പിച്ചത്. അതുകൊണ്ടാണ് ആദർശത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധ്യമാവാത്തത്. പണത്തിന്റെ പേരിലാണെങ്കിലും പദവിയുടെ പേരിലാണെങ്കിലും പത്രാസിന്റെ പേരിലാണെങ്കിലും ശരി, ഇസ്ലാമിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം, പണ്ഡിത പ്രസ്ഥാനം അതെന്നും പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട്
മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലം തന്നെയല്ലേ 70-ാം വാർഷിക മഹാസമ്മേളനം മീൻചന്തയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഏത് ഭാഗത്തേക്കാണോ തന്റെ ചൂണ്ടുവിരൽ ചൂണ്ടുന്നത് അവിടെയാണ് കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തുള്ളത് എന്ന് കൃത്യമായി വരച്ചു കാണിച്ച ഒരു സമ്മേളനമായിരുന്നു അത് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 75-ാം വാർഷിക മഹാസമ്മേളനം സമസ്തയുടെ പ്ലാറ്റിനം ജൂബിലി ഇസ്ലാം സമഗ്രം കാലികം ശാസ്ത്രീയം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തിലാണ് സമസ്ത സംഘടിപ്പിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 85-ാം വാർഷിക മഹാസമ്മേളനം സത്യസാക്ഷികളാവുക എന്ന സുന്ദരമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വേങ്ങര കൂരിയാട് വെച്ചുകൊണ്ട് സമസ്ത സംഘടിപ്പിച്ചത്. 90-ാം വാർഷിക മഹാസമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ആദർശത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ്. അതേ ഒരു പ്രമേയമാണ് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്നതും. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് 15-ന് പദ്ധതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി പൂർത്തീകരിക്കാൻ 100 കോടി രൂപ നമുക്ക് ആവശ്യമാണ് എന്ന് സമസ്തയുടെ പ്രിയപ്പെട്ട മുഷാവറ പറഞ്ഞിട്ടുണ്ട്. ആ 100 കോടിയിൽ 30 കോടി രൂപ തഹിയ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ആ തഹിയയിലൂടെ പിരിച്ചെടുക്കണമെന്ന് സമസ്ത പറഞ്ഞു. ആ 15 പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് ഈ 30 കോടി തഹിയയിലൂടെ പിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ 30 കോടി കഴിഞ്ഞ് 46 കോടി കഴിഞ്ഞ് 47 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോ സമസ്തയ സമൂഹം നെഞ്ചേറ്റിയതിന്റെ കൃത്യമായ ചിത്രമാണ് നമ്മൾ കണ്ടത്. അത് കേവലം സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, സമസ്ത സെന്റിനറി എഡ്യൂസിറ്റിക്ക് വേണ്ടിയാണ്, ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയത്തിന് വേണ്ടിയാണ്, തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടിയാണ്, കൈത്താങ് 2025-ന്റെ പുരോഗമനത്തിന് വേണ്ടിയാണ്, ഈ ലേണിംഗ് വില്ലേജ് സംഘടിപ്പിക്കാനാണ്, റീഹാബിറ്റേഷൻ സെന്റർ കൊണ്ടുവരാനാണ്, വലിയ പ്രസിദ്ധീകരണ സമുച്ചയം ഉണ്ടാക്കാനാണ്, ഒരു മെഡിക്കൽ കെയർ സെന്റർ കൊണ്ടുവരാനാണ്, സ്റ്റുഡൻസ് ഹോസ്റ്റൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പിന് വേണ്ടിയാണ്, 10,313 സന്നദ്ധ പ്രബോധന പ്രവർത്തകരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിഭാവനം ചെയ്യാൻ വേണ്ടിയാണ്, സമസ്ത 100-ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, സ്പെഷ്യൽ സ്കൂൾ സംഘടിപ്പിക്കാനാണ്, പ്രധാന നഗരങ്ങളിൽ സമസ്തയുടെ ആസ്ഥാനങ്ങൾ കൊണ്ടുവരാനാണ്, ദേശീയ അന്തർദേശീയ സ്ഥലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തമമായ ഒരു സമൂഹത്തിന്റെ ക്രിയാത്മകമായ സൃഷ്ടിപ്പിനാണ്, ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 100-ാം വാർഷിക മഹാസമ്മേളനത്തിൽ നമ്മളെല്ലാവരും ബിന്ദുക്കളായി അരങ്ങു ചേരണം. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രചരണ പ്രവർത്തനം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പ നയിക്കുന്ന ഒരു ശതാബ്ദി സന്ദേശ യാത്രയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 24-ാം തീയതി ബുധനാഴ്ച നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ്. അതിന്റെ ഒരു യാത്രയുടെ വരവേൽപ്പ് നടക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. 10-ാം തീയതി ബഹുമാനപ്പെട്ട കരുളായി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു വാഹന പ്രചരണ യാത്രയും അതിന്റെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂർ അവരുടെ ഒരു വിശദീകരണവും ഉണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. 3-ാം തീയതി SBVയുടെ ജില്ലയുടെ ഒരു പ്രയാണം വരുന്നുണ്ട്, നമ്മുടെ കരുളായിൽ എത്തുകയാണ്. നമ്മളൊക്കെ അതിൽ പങ്കാളികളാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് നമ്മുടെ കരുളായി പഞ്ചായത്തിന്റെ SYS കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മജ്ലിസുൻ നൂറിന്റെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ അതിന്റെ സമാപന സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ പ്രചരണമാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹത്തായ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അശ്ലീലതയുടെ മണ്ണിട്ട് നികത്തുന്ന സുഹൃതങ്ങളുടെ വയലേലങ്ങളിൽ ധർമ്മത്തിന്റെ നനവ് പറ്റിയ ധർമ്മത്തിന്റെ ഉഷ്ണമുയരുമ്പോൾ ആശ്വാസത്തിന്റെ തണൽ വിരിക്കേണ്ട ആത്മീയതയുടെ വടവൃക്ഷങ്ങൾ വംശനാശമടയുമ്പോൾ അവശേഷിക്കപ്പെടുന്ന നന്മയുടെ കതിരുകൾക്ക് പ്രതീക്ഷയുടെ തടികളിലൂടെ പുതുജീവൻ നൽകി ഉണർത്തി തളിർപ്പന്തലായി മാറിയ കിഴക്കൻ എറനാടിന്റെ മലയോര മേഖലയിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചിറകടികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അർത്ഥം പഠിപ്പിച്ച നമ്മുടെ മലയോര മേഖലയിലെ ആത്മീയ നേതൃത്വം, ആത്മീയ വെളിച്ചം, ആത്മീയ സാന്നിധ്യം ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ഇസ്ഹാഖ് ഫൈസി ചാമപ്പറമ്പ് അവറുകൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അഭിനന്ദനായ ഉസ്താദ് അവറുകളെ തൽസ്ഥാനത്തേക്ക് ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടെ ഹാർദ്ദമായി ക്ഷണിച്ചു
പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.